ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ്. സെപ്റ്റംബർ 30 ഉള്ളൊരു വീഡിയോ ആണ്. അന്ന് നൈറ്റ് നമ്മുടെ കസിൻ്റെ മൈലാഞ്ചിയൊക്കെ കൂടിയിട്ട് നമ്മൾ മലബാറിൻ്റെ മണ്ണിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് മോർണിംഗ് തന്നെ കോട്ടയ്ക്കലിലോട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി കോട്ടയ്ക്കലും കഴിഞ്ഞൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കറക്റ്റ് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് അവിടെ എത്തി. നമ്മളങ്ങനെ ബ്ലൂമിൻ ഹോട്ടലിലെത്തി. നമ്മൾ മലപ്പുറത്തോട്ട് വന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തലേന്ന് നേരത്തെ തന്നെ വരണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ കസിൻ്റെ കല്യാണം വന്നത്. അപ്പോൾ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ലെങ്കിലും മൈലാഞ്ചിക്കെങ്കിലും കൂടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ലേറ്റ് ആയത്. നമ്മളങ്ങനെ ഹോട്ടലിലോട്ട് കയറി. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു പേര് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ ചെക്കിൻ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തി. നമ്മുടെ ഫ്രണ്ട് നമുക്ക് 2 റൂമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളുടെ നിർബന്ധവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റിയും രാത്രി തന്നെ അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു. പിന്നെ നമ്മളും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. ഈ വഴി വന്നു പോയിട്ടുണ്ടെങ്കിലും മലപ്പുറത്തോട്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബൊഫേ ആയിരുന്നു. ടെൻഷൻ കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഫംഗ്ഷന് മുന്നേ പെട്ടെന്ന് തന്നെ ഹോളിലെത്തണം എന്നുള്ളൊരു അങ്ങനെ ബ്രോയും നാത്തൂനും കസിൻസും മക്കൾസും അമ്മായും എല്ലാവരും കൂടെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വേഗം തന്നെ ഹോളിലെത്തി. OPS റോയൽ പാലസ് ആയിരുന്നു. നമ്മൾ ചെന്നതും അമ്മു എത്തിയതും ഒരേപോലായിരുന്നു. പിന്നെ നമ്മൾ സീറ്റൊക്കെ കിട്ടി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇതാ അയാൻഷ് ബേബി ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അയാൻഷ് ബേബിയും കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരുടെ എൻഗേജ്മെൻറ്റിനാണ് നമ്മൾ പോയെന്ന്. നമ്മുടെ ഫ്രണ്ട്സായ നീതുവിൻ്റെയും സജിയേട്ടൻ്റെയും സിസ്റ്ററായ അമ്മുവിൻ്റെ എൻഗേജ്മെൻറ്റിനാണ് പോയത്. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കണ്ടു. നല്ല അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെ കുഞ്ഞ് കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. കുഞ്ഞിക്ക് രാത്രിയൊന്നും ഉറക്കമില്ലാഞ്ഞതുകൊണ്ടായിരിക്കും നല്ല ഉറക്കമായിരുന്നു അവള്. പിന്നെ നമ്മുടെ കുവൈറ്റിലെ ഒട്ടുമിക്ക ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ കണ്ടു. അവരുടെ ഫാമിലീസിനെ ഒന്നും എല്ലാവരെയും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അവരെയൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ഫോട്ടോ സെക്ഷനിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ നമ്മൾ പോയത് സദ്യ കഴിക്കാനായിട്ടായിരുന്നു. കണ്ണൻ സ്വാമീസ് തൃശ്ശൂർ, അവിടെ ആയിരുന്നു ഫുഡും കാര്യങ്ങളും. പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയായിരുന്നു സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നീതുവിനെ സജ്ജേട്ടനെയൊക്കെ കണ്ടു യാത്ര പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിലൊന്ന് കയറാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷനിലോട്ടാണ് തിരിഞ്ഞത്. അവിടുന്ന് നമ്മൾ നേരെ എടപ്പാളിലോട്ടാണ് പോയത്. ഞാൻ ഫംഗ്ഷന് പോയപ്പോൾ വിചാരിച്ചു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവരൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മുജീബിക്കാടെ വീട്ടിലോട്ടാണ്. അങ്ങനെ മുജീബിക്കാടെ വീടെത്തി. ഫസി വന്ന് നമ്മളെ വെൽക്കം ചെയ്ത് അകത്തോട്ട് കയറ്റി. നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴാണ് മുജീബിക്കാടെ വീട്ടിലെത്തിയത്. ഈ സ്ഥലത്തിൻ്റെ പേര് ചങ്ങരംകുളം എന്നാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറന്നുപോയി. പിന്നെ ചായയും കാര്യങ്ങളും ഒക്കെ കുടിച്ചു. പിന്നെ മക്കൾസ് എല്ലാം പുറത്തിറങ്ങി കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ മുജീബിക്കാടെ വാപ്പായും ഫസിയുടെ വാപ്പായും ഉണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ടൊക്കെ കാര്യം പറഞ്ഞു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ മലപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഫസിയും ഉമ്മായും കൂടെ ചേർന്ന് വേഗം തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി. നമ്മൾ പിന്നെ അതൊക്കെ കഴിച്ചു. നമുക്ക് പിന്നെ ഫസിയും മക്കളെയൊക്കെ കുവൈറ്റിൽ വന്ന് പരിചയമുള്ളത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു എന്താ പറയുക പരിചയക്കുറവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അവരെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞു. എല്ലാവരും ചേർന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് പുഡിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നു. നല്ല പുഡിങ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കൾസിന് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ കുറേ പറഞ്ഞു അവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ, റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ പോകാമെന്ന്. തൊട്ടപ്പുറത്ത് തന്നെ മുജീബിക്കാടെ കുടുംബത്തും കയറി ഉമ്മായെയും സിസ്റ്ററിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ പോയത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലോട്ടാണ്. അങ്ങനെ നമ്മൾ രാത്രി കുറച്ച് ലേറ്റായി നമ്മളെത്തിയത് ജിനേഷേട്ടൻ്റെ വീട്ടിലാണ്. ജിനേഷേട്ടൻ്റെ വീട്ടിൽ അനാവശ്യം നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജിനേഷേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് ഡിന്നറും ഒക്കെ കഴിച്ചു. ഞാനും നാത്തൂനും കസിനും മക്കൾസും അമ്മായും കൂടെ ഒരു റൂമിലും ബ്രോയും കസിനും കൂടെ അവർ വേറൊരു റൂമിലുമായിരുന്നു കിടന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കിടന്നുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നാളായി അങ്ങനെ കിടന്നിട്ട്. യാത്രയുടെ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യം പറഞ്ഞിട്ട് എപ്പോഴോ നമ്മളങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേന്ന് മോർണിംഗ് ആണ് ഈ കാണുന്ന വ്യൂ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുവാണ്. അപ്പം തൊട്ടപ്പുറത്ത് തന്നെ പാടവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മക്കൾസിന് ഇതെല്ലാം പുതിയ പുതിയ കാഴ്ചകളല്ലേ. അപ്പോൾ അവർക്ക് വല്ലായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുളിച്ചൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ അവിടുത്തെ ഷോക്കേഴ്സ് ഇങ്ങനെ നോക്കിയത്. അപ്പോൾ ജിനേഷേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുറേ ട്രോഫീസും മെഡൽസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. ആൾ നല്ല ടാലൻറ്റഡ് ആണ്.
ജിനേഷേട്ടൻ്റെ അച്ഛൻ്റെയും ജിനേഷേട്ടൻ്റെ ജ്യേഷ്ഠത്തിയുടെ അമ്മമ്മയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അവരുടെ കുറേ ഫാമിലി പിക്കൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നല്ല കമ്പനി ആയിരുന്നു നമ്മളുമായിട്ട്. പിന്നെ നമ്മൾ അതിന് ശേഷം ജിനേഷേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അമ്മക്ക് പിന്നെ ജിനേഷേട്ടൻ്റെ അമ്മയും ഫാമിലിയും എല്ലാവരെയും നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ നല്ല കമ്പനിയായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവരെയൊക്കെ കാണുന്നതും അങ്ങോട്ടൊക്കെ ചെല്ലുന്നതും. നമ്മൾ കുവൈറ്റിലായിരുന്ന ടൈം നമ്മുടെ വീട്ടിലോട്ട് ജിനേഷേട്ടൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് അമ്മക്ക് നല്ല പരിചയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടൈഗറിനെ കണ്ടു. അപ്പം നല്ല കുറേയായിരുന്നു അവന്. പിന്നെ ഈ മതിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനും. പിന്നെ അകത്ത് തന്നെ റെനോവേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കൃഷ്ണനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടു. ഇപ്പോൾ കുഞ്ഞാവ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുവാണ്. പിന്നെ അവിടെ വലിയൊരു കുളം കണ്ടു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായി. പിന്നെ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ ജിനേഷേട്ടൻ്റെ വീടിൻ്റെ പുറകുവശത്തോട്ടൊക്കെ പോയി. നല്ല ഭംഗിയാണ്. നമുക്കൊരു പുതിയ സ്ഥലം കാണുമ്പോൾ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുമല്ലോ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. ഈ വീഡിയോ ഇത്രയും ലേറ്റായത് കുറേ ക്ലിപ്സൊക്കെ നാത്തൂൻ്റെ ഫോണിലും കുറച്ചൊക്കെ എൻ്റെ ഫോണിലുമാണ് എടുത്തത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്ത് വാങ്ങിക്കാനും സ്റ്റോറേജിൻ്റെ വിഷയം ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ എഡിറ്റ് ചെയ്യാൻ കുറേ താമസിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്ഷമയോടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു വലിയൊരു പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്ന് കാണാനൊക്കെ പോയി. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ എയറോപ്ലെയിൻ പോകുന്നതും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു പേരയ്ക്കകത്ത് നിറയും പേരയ്ക്ക കേട്ടോ. പിച്ചാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കുറച്ചും കൂടെ ആ വയലിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് പോലെ ആയിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ നിന്ന് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അവരോടെല്ലാവരും യാത്ര പറഞ്ഞതിന് ശേഷം യാത്ര തുടർന്നു. പിന്നെ നമ്മൾ വണ്ടി കയറിയതിന് ശേഷം നമ്മൾ കോഴിയുടെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ഇത്. പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. നമ്മൾ എറണാകുളം പോകണോ ചാലക്കുടി പോകണോ എന്ന് ആകെ ഒരു കൺഫ്യൂഷനിൽ നിന്ന് പിന്നെ നമ്മൾ എന്തായാലും എറണാകുളത്ത് തന്നോട്ട് പോയി. നമ്മുടെ ഫ്രണ്ട് ലിജോയുടെ വീട്ടിലോട്ടാണ് പോയത്. നികിതയൊക്കെ നമ്മൾ കുവൈറ്റിൽ വന്ന് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഒരു പരിചയക്കുറവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നേരെ ലിജോയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പം നമ്മളെ വിളിക്കാനായിട്ട് നികിതയും മക്കൾസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് ലിജോയുടെ വീട്ടിലോട്ട് പോവാണ്. നല്ല രസമായിരുന്നു അവിടെ കാണാൻ. വൈപ്പിൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നമ്മളങ്ങനെ വീടെത്തി. പിന്നെ മക്കൾസ് ഇങ്ങനെ പുറത്ത് തന്നെ ഇരിക്കുവാണ്. പിന്നെ നമ്മൾ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു അമ്മമ്മയുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ അമ്മമ്മയെ കാണാൻ. പിന്നെ കുറേ നേരം അമ്മമ്മയായിട്ട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അടൂരാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മമ്മ ചോദിക്കുകയാണ് അരൂരാണോ എന്ന്. കാരണം എറണാകുളത്തിന് കുറച്ചും കൂടി അടുത്തുള്ള സ്ഥലം അരൂരാണല്ലോ. അപ്പോൾ അതിങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. പിന്നെ മക്കൾസൊക്കെ അകത്ത് വണ്ടി ഇട്ട് കളിച്ചപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പുറത്തിറക്കി അവരെ കളിപ്പിക്കുവാണ്. പിന്നെ ഞാൻ ലേറാവെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അവളും ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. കൂടുതലും സീ ഫുഡായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലോട്ടാണ് നമ്മൾ പോയത്. പപ്പ വന്നില്ല. ലിജോയുടെ മമ്മിയും നികിതയും മക്കൾസും നമ്മളെല്ലാവരും കൂടാണ് പോയത്. അവിടുത്തെ ഒരു ലൈറ്റ് ഹൗസാണ്. നല്ല ഭംഗിയായിരുന്നു ആ ലൈറ്റ് ഹൗസ് കാണാൻ. പിന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോയി. ഒരു കടത്ത് കയറി പോകുന്നത് പോലാണ്. മഴ സമയം ആയതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടന്ന് പോകാനുള്ളതേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ആൾക്കാർ നടന്ന് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊരു പേടി പോലെ തോന്നി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. നമ്മുടെ സ്ഥലമല്ലാതെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമല്ലോ. കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചു. കുറേ പോത്തും കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഇങ്ങനെ നമ്മളങ്ങനെ നടന്നു പോകണോ കടത്ത് കയറി പോകണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ എന്തായാലും വിചാരിച്ചു ഇങ്ങനെ തന്നെ പോകാമെന്ന്. പിന്നെ നമ്മൾ വന്ന ബോട്ടാണ്. പിന്നെ അങ്ങനെ ബോട്ടിൽ കയറിയപ്പോൾ എനിക്ക് പേടി കൊണ്ട് ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ആ ബീച്ച് സൈഡിലോട്ട് എത്തിപ്പെട്ടു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടെ നികിത ഇങ്ങനെ പറയുന്നത് കേട്ടു കുറേ ആൾക്കാരിങ്ങനെ വീഡിയോസും കാര്യങ്ങളും ആൽബം ഷൂട്ട് അങ്ങനെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ വരും. പിന്നെ സിനിമയുടെ എന്താ പറയുക ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ തമിഴ് മൂവീസിനകത്തൊക്കെ കാണുന്നത് പോലെ കുറേ കാറ്റാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മലയാളം ഫിലിമിനകത്തും ഉണ്ട്. എങ്കിലും ഞാൻ പറയുവാണ് കുറേ അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്നത് ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സീന്.
കുറേ നേരം നമ്മൾ തിരയിലൊക്കെ നിന്ന് കളിച്ചുകൊണ്ട് നിന്നു. നല്ല രസമായിരുന്നു, സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം, പിന്നെ നമുക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അപ്പോഴാണ് അങ്ങനെ നിന്നപ്പോഴാണ് ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു, എവിടെയോ കണ്ടതുപോലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കണ്ട് അവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നു. അവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോഴാണ് പണ്ടത്തെ കുറേ നാട്ടുമ്പുറം കാഴ്ചകൾ, കുറേ ചേട്ടന്മാരിരുന്ന് ചീട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഐസുടൻ അവിടെ കിടന്ന ബോട്ടിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഒരു ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പഴയ ടൈപ്പ്, ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഓണം ടൈം ആയതുകൊണ്ട് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കുറേ പേര് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഇങ്ങനെ തിരിച്ചു പോകുന്ന കാഴ്ചയും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മളിത് അവിടെ ഇങ്ങനെ കപ്പലണ്ടി കണ്ടു. അപ്പോൾ നമ്മളതങ്ങനെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ ഉപ്പിലിട്ടതും ചായയൊക്കെ കുടിക്കാനായിട്ട് കയറി. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ സൂര്യാസ്തമനം ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. അവിടെ നിന്ന് പിന്നെ പേരയ്ക്ക ഉപ്പിലിട്ടത്, പ്ലം, അങ്ങനെയൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുമായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മക്കൾസ് എല്ലാം നനഞ്ഞ് നല്ല പരുവത്തിലായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ രിജോയുടെ വീട്ടിൽ പോയി മക്കളെ എല്ലാം കുളിപ്പിച്ച് ഞാനും കുളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ആഷിക്കിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ആഷിക്കിൻ്റെ വീട്ടിലെത്തിയത് നല്ല ലേറ്റായിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ ചെന്നതും ആഷിക്കിൻ്റെയും രേഷ്മയുടെയും കല്യാണ ആൽബം ഒക്കെ കണ്ടു. പിന്നെ കല്യാണ CD ഒക്കെ കുറച്ച് നേരം ഇട്ട് കണ്ടു. പിന്നെ നമുക്ക് അവിടുന്ന് കിണ്ണത്തപ്പവും കറിയും തന്നു. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് ഓൾറെഡി അവിടെ അമ്മയും അച്ഛനും ഒക്കെ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഫുഡൊന്നും എടുത്തില്ല. നാത്തൂനും അമ്മായി ലേഹംവാവയൊക്കെ ആഷിക്കിൻ്റെ കല്യാണത്തിന് പോയ ഒരു പിക്കാണ് ഇതായത്. പിന്നെ അവിടെ നിന്ന് അമ്മയച്ഛൻ്റെ അടുത്തൊക്കെ ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.